ഒന്ന് കേരളിയ സുന്ദരമായ ഈ അവധിക്കാലം കളിച്ചും ചിരിച്ചും കളയാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. നമുക്കേ ഒരു ടൂർ സംഘടിപ്പിച്ചാലോ? ഓ, നമ്മളായിട്ട് മാത്രം എന്തോന്ന് ടൂർ? ഒരു രസവും ഇല്ല. രസം ഉണ്ടാക്കണം. നമ്മുടെ സഖിമാരെ കൂടെ കൂട്ടിയാലോ? അതിന് അവളുമാര് സമ്മതിക്കണ്ടേ? സമ്മതിപ്പിക്കണം. താളം കൊട്ടും താലം ഭൂമി തഴുകും നേരം നീളം കൂട്ടും മോഹം ഉണരാൻ വെമ്പും നേരം അരികിൽ എന്നരികിൽ പടരും ലത പോലെ അരികിൽ എന്നരികിൽ പടരും ലത പോലെ നീ വീടരും മല പോലൊരു വസന്തം താളം കൊട്ടും താലം ഭൂമി തഴുകും നേരം നീളം കൂട്ടും മോഹം ഉണരാൻ വെമ്പും നേരം കാമന്റെ അമ്പേരോ നിന്നൊളി നോട്ടം എന്നുള്ളിൽ കമ്പേരോ ഗജരാജന ഭക്തം കാമന്റെ അമ്പേരോ നിന്നൊളി നോട്ടം എന്നുള്ളിൽ കമ്പേരോ ഗജരാജന ഭക്തം താരങ്ങൾ നിൻ കവിളിൽ പൂവാടിക തീർത്തു പൂക്കാലം നാണത്താൽ കൊഴിഞ്ഞു വീണല്ലോ താളം കൊട്ടും താലം ഭൂമി തഴുകും നേരം നീളം കൂട്ടും മോഹം ഉണരാൻ വെമ്പും നേരം കാമേഘം കരയുന്നു ചിഗുരം കണ്ട് കുയിൽക്കൂട്ടിലൊളിക്കുന്നു ഗീതം കേട്ട് കാമേഘം കരയുന്നു ചിഗുരം കണ്ട് കുയിൽക്കൂട്ടിലൊളിക്കുന്നു ഗീതം കേട്ട് കൗമാരം നിൻ കനവിൽ താണ്ഡവമാടുന്നു മോഹത്താൽ എന്നുള്ളം കാവടിയാടുന്നു താളം കൊട്ടും താലം ഭൂമി തഴുകും നേരം നീളം കൂട്ടും മോഹം ഉണരാൻ വെമ്പും നേരം അരികിൽ എന്നരികിൽ പടരും ലത പോലെ അരികിൽ എന്നരികിൽ പടരും ലത പോലെ നീ വീടരും മല പോലൊരു വസന്തം താളം കൊട്ടും താലം ഭൂമി തഴുകും നേരം ആ നീളം കൂട്ടും മോഹം ഉണരാൻ വെമ്പും നേരം എന്താ ഇത് നിർത്താൻ? എന്താ ഇവിടെ ഒരു ബഹളം? എവിടുന്ന് കുത്തിയാരി വന്നിരിക്കുവോ എല്ലാം കൂടെ? ഓരോന്നിന്റെ ഓരോ വേഷങ്ങള്. അവിടുന്ന് ആരാണാവോ? ആക്കണ്ട കേട്ടാ, ആക്കാതെ ചോദിച്ചാ മതി. അല്ല,
അവിടെ നിന്ന് ആരാണെന്ന് അറിഞ്ഞാൽ ആ, കൊള്ളാമായി. അത് കൊള്ളാം. അങ്ങനെ മര്യാദയ്ക്ക് അങ്ങോട്ട് ചോദ്യം തൽക്കാലം ഞാൻ ഇവിടുത്തെ ഭരണത്തലവനാണെന്ന് മനസ്സിലാക്കിയാ മതി. ഓഹോ, ഉം. ചീഫ് മിനിസ്റ്റർ ഇവിടെയാണെന്നുള്ള കാര്യം ഉം. അടിയങ്ങൾ അറിഞ്ഞില്ല. ഉം. അമ്മാവൻ മാപ്പാക്കണം. അമ്മാവനോ? ആ. ഏ? എവിടെ കൊണ്ടാടാ ഞാൻ നിനക്ക് അമ്മാവനായത്? ദേ ആ തല കൊണ്ട്. ആഹാ, എന്നാലേ തല കൊണ്ട് മാത്രമേ ഇപ്പൊ അമ്മാവനായിട്ടുള്ളൂ കേട്ടാ. ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങളെക്കാളും വളരെ ചെറുപ്പമാ. അല്ല വലാരികൾ. അണ്ണോ ഒന്ന് നിക്കണേ. അണ്ണനല്ല, കുട്ടൻ പിള്ള, അതാ എന്റെ പേര്. ചേട്ടോ 2 റൂംസ് വേണമല്ലോ. അനിയ, റൂംസ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ അങ്ങ് പിണങ്ങി പോവാതെ എന്റെ കുട്ടൻപിള്ള ചേട്ടാ. ചേട്ടൻ ആരാണെന്ന് അറിഞ്ഞാ കൊള്ളാമായിരുന്നു. അറിഞ്ഞേ പറ്റുവോ? എന്നാലേ ഞാൻ ഇവിടുത്തെ വാച്ചർ കം മാനേജർ കം സൂപ്പർവൈസർ. ഓഹോ, അപ്പോ കുട്ടമ്പിള്ള ചേട്ടൻ ഇവിടത്തെ 3 in 1 ആണല്ലേ? അതെ. ഉം. അതിരിക്കട്ടെ, ഇവിടെ 2 മുറികൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. മുറികൾ അങ്ങനെ പലതും ഒഴിഞ്ഞു കിടക്കും. അത് വേറെ ആണുങ്ങൾ ബുക്ക് ചെയ്തിരിക്കുക. എന്നാലേ ആ ആണുങ്ങള് ഞങ്ങൾ തന്നെയാ. ഇറിഗേഷൻ എഞ്ചിനീയർ വിളിച്ചിരുന്നില്ലേ? അതെ. ഞാൻ എഞ്ചിനീയറുടെ മകനാ. മേനോ സാറിന്റെ മകനാണോ വിനയ കുഞ്ഞ്? അതെ. അയ്യോ, എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരായിരുന്നു എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ. എന്നെങ്കിലും കുറെ കളിപ്പിക്കണമായിരുന്നു. കള്ള ഒരു കളിവിളയാട്ട് കണ്ടില്ലേ? വന്നാട്ടെ, ഇറങ്ങി വന്നാട്ടെ. അങ്ങോട്ടില്ലാത്ത മുറിയാതെ ഇറങ്ങി കുഞ്ഞുങ്ങളെ. വേറെ പെട്ടിയുണ്ടോ? ഇത് ഞാൻ എടുത്തോളാം. കള്ളന്മാര് ഭയങ്കര. വന്നാട്ടെ കുഞ്ഞെ, വന്നാട്ടെ. കേറിയാട്ടെ, കേറിയാട്ടെ. ഓടി ഓടി. അവൻ പണ്ടേ ശവമാ. എല്ലാവരും പോയി. ചാട്ടു കൂട്ടു ചാട്ടു കൂട്ടു ചാട്ടു കൂട്ടു ചാട്ടു കൂട്ടു. അയ്യോ വേണ്ട വേണ്ട വേണ്ട. അയ്യോ. കണയറ്റ കരിമ്പുലി പോലെ, ഇരുൾ പൊട്ടിയ മാമല പോലെ, ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ, നെഞ്ചത്തൊരു മന്ദം കുത്തി നിൽപ്പൂ കാട്ടാളൻ. കണയറ്റ കരിമ്പുലി പോലെ, ഇരുൾ പൊട്ടിയ മാമല പോലെ, ഉലകാകെ ഉലയ്ക്കും മട്ടിൽ അലറി കാട്ടാളൻ, നെഞ്ചത്തൊരു ബന്ധം കുത്തി നിൽപ്പൂ. ഹലോ, ആ അതെ ഉണ്ടല്ലോ. ആ വിളിക്കാം വിളിക്കാം. പണ്ടാരടങ്ങാണ് ഇത് എവിടുന്ന് കയറി വരുന്നപ്പ. എങ്ങനെ വിളിക്കും? ഈ പുലി തോറ്റുകിടക്കും, ഈറൻ കണ്ണു ചുവന്നും, കരിമൂർഖൻ വാലിൽ കിളരും,
യെസ് യെസ് ഒരു ഫോൺ കോൾ ഉണ്ടായിരുന്നു, നേരത്തെയും വിളിച്ചായിരുന്നു. കരിമ്പുലി പോലെ വാലിൽ കിളരും പുരികം പാതി വളച്ചും നീളായ വനത്തിൻ നടുവിൽ നിൽപ്പൂകാട്ടാളൻ നെഞ്ചത്തൊരു പന്തം കുത്തി നിൽപ്പൂകാട്ടാളൻ നെഞ്ചത്തൊരു മറ്റു മുറികളിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അതിനെന്താ, താമസിച്ചോളൂ. ഈ ചുമരുകൾക്കുള്ളിൽ മതി നിങ്ങളുടെ പാട്ടും കൂത്തും ഒക്കെ. ഓഹോ, എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങളും കാശ് കൊടുത്താ റൂം എടുത്തിരിക്കുന്നത്, ഇഷ്ടം പോലെ ചെയ്യും. ഇവരെ വെറുതെ വിട്ടാ പറ്റില്ല, രണ്ട് കൊടുത്തിട്ട് തന്നെ കാര്യം. അലക്സ് വെറുതെ ഇരിക്കും, വഴക്കിനൊന്നും പോണ്ട. വൃന്ദ എന്നാ ഇവിടെ അടിക്കടി, അതാണ് അലക്സിന്റെ പ്രിൻസിപ്പിൾ. വേണ്ടെന്നേ, നമ്മളിവിടെ അടി ഉണ്ടാക്കാനല്ല വന്നത്. മാറി നിൽക്കും പേടിത്തൊണ്ടുകൾ. ഇന്ന് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ അടങ്ങൂ. വിടണോ വൃന്ദേ, അത്ര മുട്ടിപ്പോയി അവൻ ചെന്ന് ഉരുത്തിയിട്ട് വരട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ വേണ്ട, സമയം ശരിയല്ല. ഡേവിഡ് ഡിക്രൂസ് എന്നാണ് പേര്. വേട്ടക്കാരനാണ്, മൃഗത്തിനേക്കാളും ഭയങ്കരൻ. കൂടെ കൂടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. എവിടേക്കാ? ആ കണ്ടോ കണ്ടോ കണ്ടോ, ഇതാ ജോലി. അവനും അവന്റെ ഒരു തോക്കും. എങ്ങോട്ടാ പോകുന്നത് ദൈവം തമ്പുരാൻ പോലും അറിയില്ല. ആലമാണ്. ഒരു അപൂർവ ജീവി എവിടെ? അവിടെ അങ്ങോട്ട് നോക്കും. ഞാനൊന്നും കാണുന്നില്ല. കാണിച്ചു തരാം. സാറിന്റെ വേല കയ്യിലിരിക്കട്ടെ. രാഹുലേ ഓടിവാ. എന്താ അങ്ങോട്ട് നോക്ക്, വൃന്ദ. വൃന്ദയോ? അതേടോ, ആ കൊമ്പിലിരിക്കുന്ന ഇണക്കുരുവുകളിൽ ഒന്ന് വിനയൻ, ഇത് വൃന്ദ. നോക്കിൻ കുട്ടി, ഇവരുടെ പ്രേമത്തിന് ഇടങ്കോലിടുന്ന ആ വിലനുണ്ടല്ലോ കോളേജില്, ആ മുരളിയല്ലേ? യെസ്, അവൻ താൻ. ക്രൗഞ്ച മിഥുനങ്ങളെ അമ്പെയ്ത വേടനെ പോലെ അവനിങ്ങനെ. നിർത്തണ നിന്റെ ഷൈനിങ്. നോക്ക്, ഒന്നുകിൽ നായകൻ ഇതുപോലെ രക്ഷപ്പെടുത്താൻ എത്തും, അല്ലെങ്കിൽ മാനുഷാത പാടാൻ പുതിയൊരു മാമുനി കൂടെ അവതരിക്കും. അരുത്. പക്ഷികൾ നാടിന്റെ സമ്പത്താണ്, അതിനെ കൊല്ലരുത്. അങ്ങ് CS വാര്യർ. പ്രസിദ്ധ പക്ഷിശാസ്ത്രജ്ഞനായ അങ്ങേ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഞാനിവിടെ എത്താറുണ്ട്. വിവിധതരം പക്ഷികളുടെ കലവറയാണിവിടം. പക്ഷേ കാട് നശിക്കുന്നതോടൊപ്പം പക്ഷികളും ഇവിടം വിട്ടു പോകുന്നു. ഓഹോ. ആട്ടെ, നശീകരണത്തെക്കുറിച്ച് ഒരു പ്രസിദ്ധമായ കവിതയുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്കറിയാവോ? കാടുള്ള മക്കളെ, നേടുള്ള മക്കളെ, കാടുപുൽത്തകിടിയുടെ നേടുള്ള മക്കളെ. കാടുള്ള മക്കളെ, നേടുള്ള മക്കളെ, കാടുപുൽത്തകിടിയുടെ നേടുള്ള മക്കളെ.
ഒരു മാനേഴ്സ് ഇല്ലേ മിസ്റ്റർ? അനുവാദമില്ലാത്ത ഫോട്ടോ എടുക്കാൻ ആരാ ലൈസൻസ് തന്നത്? മനസ്സ്, മനോഹരമായ പരിനീർപ്പൂവ്, ബാലസൂര്യന്റെ അരുണിമ, പിഞ്ചോമനയുടെ നറും പുഞ്ചിരി, ഇതൊക്കെ കാണുമ്പോ എന്റെ മനസ്സ് പടപടാ പടപടപടാന്ന് തുടിക്കും. ഉടനെ ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ മനസ്സ് കോപിക്കും. അനന്ത, വേഗം, ഇല്ലെങ്കിൽ നിന്റെ ലൈസൻസ് ഞാൻ റദ്ദ് ചെയ്യും. അതുകൊണ്ടാണ് ഈ സൗന്ദര്യം ക്യാമറ പിടിച്ചെടുത്തത്. വേഗം ചികിത്സിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ശരീരം കേടാവും. ഹലോ മാഡം, ഉപദേശം സ്വീകരിച്ചിരിക്കുന്നു. ഡോക്ടറുടെ പേരെന്താണാവോ? മിസ് സുമം, PhDക്ക് എന്റെ കീഴിൽ ഗവേഷണം നടത്തുന്നു. എന്താ പ്രശ്നമല്ലത്? ഇല്ല. ഒരു മുൻ ചുണ്ടിക്കാരിയാ, പാവം. അതെ, നിങ്ങൾ ഫോട്ടോഗ്രാഫറാണ്. ഏത് പത്രത്തിൽ? സ്വതന്ത്രമായിട്ടാണ്. കഴിഞ്ഞ വർഷത്തെ ഓൾ ഇന്ത്യ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എനിക്കാണ് സമ്മാനം. യെസ്, ആനന്ദ്, ഞാൻ ഓർക്കുന്നു. ആറ്റക്കുരുവികളെ കുറിച്ചുള്ള ഫോട്ടോയ്ക്കൽ? അതെ. പരിചയപ്പെടണമെന്ന് കുറെ നാളായി ആഗ്രഹിക്കുന്നു. ഐ എം വെരി ഗ്ലാഡ്. എത്ര നാളോടുണ്ടാകും? സീസൺ തീരും വരെ. ഒരു മിനിറ്റ്, ഒരു സ്നാപ്പ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. കാണാം. നൊന്തോ? എന്റെ അമ്മോ, കുറച്ചധികം സാമി വേണമായിരുന്നല്ലോ. കുറച്ചധികം സ്വാമിമാരെ ഇപ്പം വേണമെങ്കില് വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയാ പറ്റും. അതല്ല കുട്ടേണ്ണ, പിന്നെ ഏതാ? മറ്റവൻ കഞ്ചാവ്. ഓ, ചെടി. ആ. എന്റെ പൊന്നു മക്കളെ, ഈ ചാരായം കഴിക്കുന്നതിനേക്കാൾ പാപമാ മദ്യപിക്കുന്നത്. അതിനേക്കാൾ മഹാപാപമാ കഞ്ചാവ് വലിക്കുന്നത്. കേട്ടാ, എന്നെ കൊന്നാലും ശരി, ഞാൻ കഞ്ചാവ് വാങ്ങി തരില്ല. എന്നാലേ ഞാൻ പോയി വാങ്ങും. ഓ, 10 പേര് അറിയുകയും ചെയ്യും. എവിടെ പോവുന്നാ? ഞാനല്ല, വിനയൻ. ഇവിടെയൊക്കെ രാഹുലേ, താൻ തീരെ അങ്ങ് സാമ്യാനല്ലേ? എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം. രാത്രി ആയാലേ ഇവിടെ ആരും പുറത്തിറങ്ങി നടക്കാറില്ല. ഇറങ്ങി നടന്നാലെന്താ? ഓ, വലിയ കുഴപ്പമൊന്നുമില്ല. നേരം വെളുക്കുമ്പോ കാട്ടിനകത്ത് അവരുടെ ചത്ത ശവശരീരം കിടക്കും. അത്രേ ഉള്ളു. ആരാണ് ഈ കൊലയാളി? അമ്മാവനാണോ? അതെ. ഓ, ഞാനോ? നമ്മോ, ഞാനൊന്നും അല്ല. ചെമ്പരുന്ത്. ചെമ്പരുന്തോ? ആ, എന്താടി? ഒന്നുമില്ല. നീ എന്താ സ്വപ്നം കണ്ടോ? നല്ല വിനയൻ അവിടെ പോയി. അവൻ ബാത്റൂമിൽ നീന്തുക. അവന് നീന്തലറിയില്ലാതെ അറിയില്ലേ? വേണ്ട വേണ്ട, കട്ടുറുമ്പകൾക്ക് ഈ സ്വർഗത്തിൽ നോ അഡ്മിഷൻ.
താങ്ങില്ല താങ്ങില്ലേ സത്യം പറഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം റിലാക്സേഷൻ ആവശ്യമാണ്. ശരിയാ, കോളേജ് ഹോസ്റ്റലുമായി ആകെ മടുത്തു. വീട്ടിലേക്ക് പോന്നെന്ന് പറഞ്ഞ മാറ്റിനോട് അനുവാദം വാങ്ങിയത്. വീട്ടുകാർ അറിഞ്ഞാൽ ഭയങ്കര റിലാക്സ് ആയിരിക്കും. അടിയുടെ പൊടി പോരായിരിക്കും. ഓ പിന്നെ അവർക്കൊക്കെ അറിയാമോ ഇളം മനസ്സിന്റെ സന്തോഷത്തെ പറ്റി? അത്ര ഇളയതൊന്നുമല്ല. ചില പ്രത്യേകതരം പക്ഷികളുടെ തൂവലുകൾ ഒഴിയാറില്ല. അതിനാലാണ് ആ പക്ഷിക്ക്. ഗുഡ് ഈവനിങ് പ്രൊഫസർ. ഗുഡ് ഈവനിങ്. ഹലോ. നോട്ട് ചെയ്തല്ലോ. ബൈ ദ ബൈ, ആ പക്ഷികളെ കണ്ടുപിടിച്ച് ഗവേഷണം നടത്താനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ആള് നല്ല പഞ്ചാരയാണല്ലോ. അതെ അതെ, പഞ്ചാരയാ. ഇതെന്താ മനുഷ്യ ചങ്ങലയോ? യെസ്, തിരിഞ്ഞു നോക്കി നടന്ന് മറിഞ്ഞു വീഴാൻ പോകുന്നവർക്ക് വേണ്ടി. അണ്ണാ ഒരു പടം കൊടുക്കൂ. യെസ്, കം ഓ, ക്ലോസ്. ഫോട്ടോ എടുക്കാൻ പോണ. നേരെ നിൽക്ക്. 1 മിനിറ്റ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്. എന്താ ഇത് നേരെ നിൽക്കുന്നത്? ഓക്കേ. വെറുതെ ക്ലിക്ക് അടിച്ച് കളിപ്പിച്ചതാണോ? നോ, ആനന്ദ് സത്യത്തിന്റെ പ്രതീകമാണ്. ആട്ടെ, പരിചയപ്പെടാം. രജനി, രാഹുൽ, ദിനേൻ, വൃന്ദ, ജോളി. അലക്സ്. എന്നാ ഞാൻ പറയുന്ന ഒന്ന് പറഞ്ഞു നോക്കിയേ. ഞാൻ പറയാം. തണ്ടുരുളും തടിയുരുളും തടിമേൽ ഒരു പിടി കുരുമുളക് ഉരുളും. രാഹുൽ പറഞ്ഞേ. പറയട്ടെ. തണ്ടിലുരുളും എന്നാ വെറുതെ പിടിച്ചു. ചീപ്പ് ചെത്തട തച്ച, നല്ല ചന്തത്തിൽ ചെത്തട ചാത്തം തച്ച. ചീപ്പ് ചെത്തട തച്ച, നല്ല ചന്തത്തി ചെത്തട ചാത്തം തച്ച. എക്സ്ക്യൂസ് മീ, ഞാൻ ഇപ്പൊ വരാം. എന്താ വൃന്ദ ഒരു പരുങ്ങല്? എങ്ങോട്ടാണാവോ? അറിയോ എങ്ങോട്ടാണടേ കഞ്ചാവേ? ഉലുത്താൻ പോണു. പോടാ കൊട്ടോടി. രാത്രിയായാലും വീശൽ നിർത്തിക്കൂടാ. അല്ലടാ സ്വാമി. അലക്സേ, സംതിങ് റോങ്. വാ, നമുക്ക് പിന്നാലെ കൂടാം. വെരി നൈസ്. സോ സ്മാർട്ട്. ഗേറ്റ് പൂട്ടണ്ട, രാത്രി ഞാൻ തിരികെ വരും. വല്ല ആനയോ മറ്റോ വന്നാലോ? പറയുന്നത് കേട്ടാ മതി. അത്രേ ഉള്ളൂ, കൂട്ടുന്ന പ്രശ്നമേ ഇല്ല. സാറി എന്നാട്ടെ. വെടിവെക്കാൻ പോവുക. അല്ല, നിങ്ങളെങ്ങോട്ടാ ഈ രാത്രിയില്? വെറുതെ ഒന്ന് നടക്കാൻ. ആ, സൂക്ഷിച്ചോണം, വല്ല പാക്കാണ്ടയോ മറ്റോ ഒക്കെ കാണും. നടന്നു നടന്നു, പണ്ട് ഞാനും ഇതുപോലെ കുറെ നടന്നോതാ. നീ നോട്ടും ഭാവം കണ്ട കാലിനെ പോലെ ഉണ്ട്. ഡബിൾ. കളയടോ, ചീള് കേസ്. പോവാൻ പറ. എന്തിനാ പുറത്തു വരാൻ പറഞ്ഞത്? ഒറ്റയ്ക്കൽപ്പം ശൃംഗരിക്കാൻ. വേണ്ട വേണ്ട എന്ന് പറഞ്ഞാ പറ്റുമോ? കേട്ടോ സുന്ദരി, ഉം, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു. വല്ല വൃത്തിയേടും ആയിരിക്കും. ഛേ ഛേ, ഒരു നല്ല നിലാവുള്ള രാത്രി. ശ്ശോ. ആ. ഹോ, വന്നെല്ലാം കൂടി ഞാൻ നല്ലൊരു ഡ്രീമിലേക്ക് പോവുകയായിരുന്നു. എന്നാ ഞങ്ങളും കൂടാടോ. ആ, കൂടിക്കോ. മധുരം
സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം ആയിരം ആയിരം സ്വപ്നങ്ങൾ മായികമാസ്മരവർണ്ണങ്ങൾ അത് വാരി ചൂടും മിഥുനങ്ങൾ മിഥുനങ്ങൾ യുവമിഥുനങ്ങൾ മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം ആരോമരാളെ ആസ്വദിക്കാം ആരാമരോമാഞ്ചം ആവോളം ആരോമരാളെ ആസ്വദിക്കാം ആരാമരോമാഞ്ചം ആവോളം ആനന്ദജാലങ്ങൾ മലരിട്ടിടും ആദിവ്യഗന്ധങ്ങൾ മഴ പെയ്തിടും ഈ തീരം തേടും ഹൃദയങ്ങൾ മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം മോഹങ്ങളാകെ പങ്കുവയ്ക്കാം മോഹനതന്ത്രത്തിൽ ഒന്നാകാം മോഹങ്ങളാകെ പങ്കുവയ്ക്കാം മോഹനതന്ത്രത്തിൽ ഒന്നാകാം വാസന്ത കോകിലം ശ്രുതി മീട്ടിയും ഹേമന്ത കുഞ്ചങ്ങൾ കുളിർ തൂകിയും ഈ മണ്ണിൽ പൂക്കും പ്രണയങ്ങൾ പ്രണയങ്ങൾ പ്രിയ പ്രണയങ്ങൾ മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം മധുരം സൗമ്യം ദീപ്തം സുഖദം ഭൂമിയിൽ ജീവിതം ആയിരം ആയിരം സ്വപ്നങ്ങൾ മായികമാസ്മരവർണ്ണങ്ങൾ അത് വാരി ചൂടും മിഥുനങ്ങൾ മിഥുനങ്ങൾ യുവമിഥുനങ്ങൾ മിഥുനങ്ങൾ യുവമിഥുനങ്ങൾ കിടക്കടി ഉവ്വേ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്
മോഹങ്ങളാകെ പങ്കുവയ്ക്കാം മോഹനത്തിൽ വാതിൽ പൂട്ടിയിടാത്തത് കൊണ്ട് എപ്പോഴാ മടങ്ങി വന്നതെന്ന് അറിയില്ല സാർ. അവരിവിടെ ഉണ്ടോ? ഉണ്ട് സാർ. വിളിക്കവനെ. ആരാടാ ബിയെ? ചോദിച്ചാൽ കേട്ട പോയതിനകത്ത് ഞാൻ പറയുന്നവരെ ഒറ്റ എണ്ണം പുറത്തിറങ്ങരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായത് എനിക്ക്. രാഹുലിനെ വിനീതിനെയും ഒക്കെ പോലീസ് പിടിച്ചോണ്ട് പോയി. കരയാതെ കുട്ടി. വൃന്ദയെ കൊന്നെന്ന് പറഞ്ഞ അവരെ അടിച്ചു കൊല്ലും. അങ്കിൾ അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ പോയിക്കൊള്ളൂ. ഞാൻ വേണ്ടത് ചെയ്യാം. എന്താടാ നാളെ ഇറങ്ങിപ്പോയോ? രാത്രി അവളെ കൂടി നീ പുറത്തു പോയി അല്ലടാ? പോയി. നീ മദ്യപിച്ചിരുന്നോ? പറയടാ പട്ടി. ഇല്ല. തലയ്ക്ക് പിടിച്ചപ്പോ മോഹം ഉണർന്നു അല്ലടാ? അവൾ വഴങ്ങിയില്ല. അപ്പൊ ബലാത്കാരം ചെയ്യും. പുറത്തറിയുമെന്ന് കരുതി കൊന്നുകളഞ്ഞു. ഇതല്ലടാ സംഭവിച്ചത്? അല്ല. സാർ, അവൻ നിരപരാധിയാണ്. പ്ലീസ് അടിക്കരുത്. എന്തോ? ഓ, അപ്പൊ സാറിനും പങ്കുണ്ടല്ലേ കൊലയാളിയെ കണ്ടുപിടിക്കാതെ നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്നത്? എവിടത്തെ നിയമം? എന്റെ അമ്മയുടെ നിയമം. ഇവരെയൊക്കെ സെല്ലടയ്ക്ക. സത്യം പറയുമോ ഞാൻ നോക്കട്ടെ. കേരള ഔദ്യോഗിക കാര്യങ്ങളിൽ ഇടപെടുകയാണെന്ന് ധരിക്കരുത്. പറയണം. സാർ, ഈ കുട്ടികളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഇവർക്കൊരിക്കലും കൊലപാതകികളാകാൻ കഴിയില്ല. പാവങ്ങൾ. പ്രൊഫസർ, കൊലപാതകികളിൽ പലരും പാവങ്ങളാ, കുറ്റം ചെയ്യുന്ന സമയങ്ങൾ ഒഴിച്ച്. ഇരോ, താങ്കളുടെ നിഗമനം ശരിയാണ്. പക്ഷേ ഇവർ അത്തരക്കാരല്ല. എന്താ, ഉറപ്പാണോ? ഉറപ്പ്. എന്റെ പേരിൽ ജാമ്യം കിട്ടുമെങ്കിൽ വിട്ടുതരാം. പക്ഷേ കേസിന്റെ അന്വേഷണം തീരും വരെ ആരും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. ശരി സാർ. സാർ, എനിക്കൊരു സംശയം. എന്താണ്? ഇതിനു മുമ്പും ഇവിടെ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്ന് കേട്ടു. വാച്ചർ പറയുന്നത് ഒരു ചെമ്പരുന്താണ് ഇതിന്റെ പിന്നിലെന്നാണ്. എന്തെങ്കിലും സത്യമുണ്ടോ സാർ? ചിലയിടങ്ങളിൽ മനുഷ്യനെ കടന്നാക്രമിക്കുന്ന പക്ഷികളുമുണ്ട്. പക്ഷേ ബലാത്സംഗം ചെയ്തു കൊല്ലുന്ന പക്ഷികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
നീ എന്റെ വൃന്ദയെ കൊന്നുമില്ലടാ. നീയും ജീവിക്കണ്ട. പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് പ്ലീസ്. കുട്ടികൾ അവിവേകം വല്ലതും കാണിച്ചാൽ നമ്മളൊക്കെ അല്ലേ ക്ഷമിക്കേണ്ടത്? എക്സ്ക്യൂസ് മീ, എന്തു വേണം? നിങ്ങൾക്ക് എന്തു വേണം? എന്റെ ഫോട്ടോ എടുക്കണം. ഞാനാണ് കൊലയാളിയെന്ന് റിപ്പോർട്ട് എഴുതണം. റിപ്പോർട്ട് എഴുതണം, പക്ഷേ വിനയനാണ് കൊലയാളിയെന്ന് എനിക്ക് തോന്നുന്നില്ല. തനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള പോലീസിന് തോന്നിയിട്ടുണ്ട്. യൂസ്ലെസ് ഫെലോസ്. ആരെയാണ് സംശയം? തന്നെയാണ്. എന്നെയോ? എന്താ സംശയിച്ചുകൂടെ? തന്നെ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരെയും എനിക്ക് സംശയമാണ്. എന്താ കുഞ്ഞ്? നത്തിങ്. ഞാൻ വിനയനോട് സംസാരിക്കായിരുന്നു. പാവം, അവൻ ആകെ തകർന്നിരിക്കുക. വരൂ, നമുക്ക് പോവാം. മരണം നടന്നിട്ടുള്ള രാത്രികളിലെല്ലാം പടപട പട 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 പടാന്നുള്ള പരന്തിന്റെ ചിറകടി ഒച്ച ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മാവനെന്താ പുറത്തിറങ്ങി നോക്കാത്തത്? ഫസ്റ്റ് ചോദ്യം. ഞാനിങ്ങനെ ഒറ്റത്തടിയായിട്ട് ജീവിച്ചു പോകുന്നത് കണ്ടിട്ട് സഹിക്കുന്നില്ല അല്ലേ? അസൂയ. അതിരിക്കട്ടെ, അമ്മാവൻ എപ്പോഴെങ്കിലും അതിനെ കണ്ടിട്ടുണ്ടോ? അല്ല, അവര് അത്ര വ്യക്തമായി കണ്ടിട്ടില്ല എങ്കിലും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ആരാന്ന്? നിൽക്കവിടെ. അങ്കിൾ, എന്താ അങ്കിൾ ഒരു ബഹളം? ഒന്നുമില്ല, ആരോ ഇവിടേക്ക് കറങ്ങി നടക്കുന്നു. എനിക്ക് പേടിയാവുന്നു. ചേച്ചേ, പേടിക്കാനൊന്നുമില്ല. സുമ പോയി കിടന്നുള്ളൂ. പിന്നെ വാതിലും ജനലും അടച്ചു കുറ്റിയിടാൻ മറക്കണ്ട. ശരി അങ്കിൾ. എന്തോ ശബ്ദം കേട്ട് ഞാൻ ടോർച്ച് തെളിച്ചു.
അപ്പോഴുണ്ട് എന്നെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്നു രണ്ട് കണ്ണുകൾ. ആരുടെ? പരന്തിന്റെ. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. പെട്ടെന്ന് വാതിൽക്കലേക്ക് ഞാൻ തിരിഞ്ഞൊരൊറ്റ ഓട്ടം. എന്റെ പിന്നിലൂടെ എന്തോ വന്ന് തന്റെ വിശ്വാസം കൊലയാളി ചെമ്പരുന്താണെന്നല്ലേ? തനിക്ക് ആ പരുന്തിനെ കാണണോ? എന്നാ കാണിച്ചു തരാം. എവിടെ? അവിടെ. ഇന്നിനി ആരെയും റാഞ്ചാൻ വിട്ടുകൊടുക്കില്ല. കുട്ടമ്പിള്ളയ്ക്ക് എന്നോട് വരാമോ? തനിക്കൊക്കെ ഭയമാണ്ടോ അയാളെ? നിങ്ങൾ എല്ലാവരും റൂമിലേക്ക് പൊയ്ക്കോളൂ. എവിടെ പോന്നു? വന്നിട്ട് പറയാം. പോകാൻ. എന്തിനും ഞങ്ങളുണ്ടളിയാ. വരൂ. അല്ല, അയ്യോ, ഇതെല്ലാം കൂടി എന്തോ ചെയ്യാൻ പോവാ? ഓ, എന്റെ ഭഗവാനെ, ഈ പിള്ളേരെ നീ തന്നെ രക്ഷിക്കണേ. അപ്പൊ പറഞ്ഞത് മനസ്സിലായല്ലോ? അതെ തമ്പ്ര. എത്രയും വേഗമാണോ അത്രയും നല്ലത്. ഓ തമ്പ്ര. നിൽക്കടി അവിടെ. ഒഴിക്കടി. கோவிக்க கூடாது தம்பரா. அவ கிளந்து பண்ண ஒண்ணுமே தெரியாது. എനിക്കറിയാൻ പഠിപ്പിക്കാൻ. ഒച്ച വെക്ക കൂടാതെ തമ്പ്ര. കാട്ടു മക്കൾ എഴുന്നരും. അവളെയും കൊന്ന് കുള്ളി ഞാൻ തീ വെക്കും. കുറെ ദിവസമായി എന്നെ പറ്റിക്കുന്നു. മാപ്പാക്കണം തമ്പ്ര. മാപ്പ്? തന്റെ വളർത്തുമാളല്ലേ? എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടെന്ന് പറ. ആ നിനക്കൊക്കെ നല്ലത്. തമ്പ്ര. ഇനി അടിക്കരുത്. താനാരാ പറയാൻ? ഞാൻ ആരോ ആയിക്കോട്ടെ, അവർ കുട്ടികളല്ലേ, നിങ്ങൾക്ക് തുല്യരുമല്ല. ഇവർ അഹങ്കാരികളാണ്. പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇനി അവരെ അടിക്കരുത്.
അയാൾ കുറ്റവാളിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലീസിൽ അറിയിച്ച പോരെ, അല്ലാതെ ഉപദേശം ആവശ്യമില്ല. ഞാനും പറഞ്ഞു നോക്കിയതാ സാറേ, കേക്കണ്ടായോ? എടുത്തിയാട്ടം. നിർത്തണോ? താനും ഇയാളുമൊക്കെ അവന്റെ കൂട്ടാ. ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. ഉപകാരത്തിന് നന്ദി. അമിത സ്വാതന്ത്ര്യം നിന്ന് വളർത്തിയതിന്റെ ശിക്ഷയാണ് ഇതൊക്കെ. മതി നിന്റെയൊക്കെ ഒരു പക്ഷിശാസ്ത്രം. പോകാനിരിക്കോ? ഇല്ല അച്ഛാ, വിനീന്റെയും വൃദ്ധയുടെയും കൊലയാളിയെ കണ്ടുപിടിച്ചല്ലാതെ ഞാൻ വരില്ല. രാഹുൽ. അതെ അങ്കിൾ, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനം? അപ്പോൾ ഇത് ആത്മഹത്യയാണെന്നാണോ സാറിന്റെ നിഗമനം? തീർച്ചയായും. ഇണയെ ബലാത്സംഗം ചെയ്തു കൊന്ന കുറ്റബോധം കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു. എനിക്കതിൽ സംശയമുണ്ട്. സംശയം കൂടെ കൊണ്ട് നടക്കുന്നവരാണല്ലോ നിങ്ങളൊക്കെ. അതല്ല സാർ, ഇത്തരം റിപ്പോർട്ടുകളിൽ ചുഴിഞ്ഞിറങ്ങിയുള്ള പഠനങ്ങളാണ് ഞങ്ങളുടെ കൈമുതൽ. അതിരിക്കട്ടെ, നിങ്ങളുടെ ഈ തെളിവുകൾ വലുതുണ്ടോ? തെളിവൊന്നുമില്ല, പക്ഷേ സംശയമുണ്ട്. ആരാ? ഡേവിഡ് ഡിക്രൂസ്. അയാളെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാമോ? അത്ര അടുത്തിട്ടില്ല, എങ്കിലും അയാൾ ഒരു മുഷ്കലാണെന്ന് തോന്നുന്നു. അയാളും വിനയനുമായി വഴക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ട് സാർ. ഒരിക്കൽ ആ പിള്ളേർ ഇവിടെ കിടന്ന് ബഹളം വെച്ചപ്പോ വിനയ് കുഞ്ഞിനെ അയാൾ വന്ന് തല്ലി സാർ. അയാളുടെ സ്വഭാവം?
അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പെൺകുട്ടികളെ കാണുമ്പോ തുറിച്ചൊരു നോട്ടവും വല്ലാത്തൊരു ഭാവവും ഒക്കെയാണ്. പിന്നെ കള്ളുവടിച്ചാണ് എപ്പോഴും നടക്കുന്നത്. എപ്പോഴാണ് ഇവിടെ കാണുന്നത്? ഒന്നിനും ഒരു കൃത്യമില്ല സാർ. തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. ഓ, അയാളെ കാണുന്നത് തന്നെ പേടിയാ. അയാളാണ് വൃദ്ധയുടെ കൊലയാളി? തീർച്ചയായും വിനയനെയും വൃദ്ധയും കൊന്നത് അയാളാണ്. നോ, അത് ആത്മഹത്യയാണ്. സർ, ആത്മഹത്യ ചെയ്യാൻ മാത്രം വിനയം ഭീരുവല്ല. കുറ്റബോധം കൊണ്ട് ചെയ്തതാണെങ്കിലോ? അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാം. കാരണം കൊലയാളി ശക്തനാണല്ലോ. ധാരാളം പണവും കയ്യിലുണ്ടാവും. മുപ്പ, ഈ പണത്തിന്റെ മേലെ കൂടി പറക്കാൻ പരുന്തിനും പേടിയാ. പക്ഷെങ്കിൽ മരം മുറിച്ച ഏമാമാര് പിടിക്കില്ലയാ. അതിന് മുറിക്കുന്ന സ്ഥലം ധരിച്ചിരുന്നില്ലല്ലോ. ചെടിയടല്ലേ, പണം കായ്ക്കുന്ന ചെടി. ആ, എന്താ നോക്കിക്കണേ? കുടി. ഏന് വേണ്ട. കുടിക്കടോ. ആ, അവളെവിടെ? யாரு நம்புறா? கன்னிப்பண்ணா அவள் இங்க இல்ல நம்புறா. നീ എന്നെ കളിപ്പിക്കാണ? மாப்பாக்களும் நம்புறா. அவள் மதுரையில குடிதே போயிருக்கியா? ஏன் എന്ത് ചെയ്യും? എടോ പറട്ടെ, തനിക്കറിയാമോ ഈ മദ്യത്തേക്കാൾ മയക്കം കൂടുതലാ പെണ്ണിന്. ഈ ഡിക്രൂസർ കാര്യം വിചാരിച്ച് നടത്തിയിരിക്കും. രാവിലെ പേടിപ്പെടുത്താൻ നടക്കാണോ? ചേടാ, ഇങ്ങനെ അങ്ങ് പേടിച്ചാലോ? രാത്രിയാണെങ്കിൽ പതുങ്ങി നടക്കുന്ന കൊലയാളി, പകലാണെങ്കിൽ ഇതുപോലുള്ള ശല്യം. സോറി മാഡം. സോറി, ദേവി ഇതിനെ ശല്യം ചെയ്യരുത്. ഈ മനോഹര തീരത്ത് ഏകാഗിയായിരിക്കുന്ന അവിടുത്തെ അഭൗമമായ സൗന്ദര്യം എന്റെ മനസ്സിനെ ശല്യക്കാരനാക്കുന്നു പ്രിയേ. അയ്യടാ, ദാണ്ട് ഒഴുകുന്നു. കളിയാക്കരുത് സുന്ദരി. തന്നെ കണ്ടപ്പോൾ മുതൽ മനസ്സിൽ ഉറഞ്ഞുകൂടിയ കവിത അണപൊട്ടി ഒഴുകുകയാണ്. തടുക്കരുത്, എന്നെ അറപ്പിക്കരുത്. കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ല സുമയെ, അടങ്ങുകില്ല. ആരെന്നാ അടങ്ങാത്തത്? ഒരു തുള്ളി കമ്പെടുത്ത് രണ്ടെണ്ണം കൊടുക്കി, എവളും അടങ്ങും. സുമേ, എന്തു പറ്റി? ഭ്രാന്തൻ, ഭ്രാന്തൻ. അയ്യേ, ഇത്രയുള്ളോ ധൈര്യം? കരയണ്ട, ഞാനുണ്ട്. കായലിൻ മാറിൽ നിറമാറിൻ നിഴൽ ചേർന്ന് ചന്ദന ചാരിനി നിന്നു. കായലിൻ മാറിൽ നിറമാറിൻ നിഴൽ ചേർന്ന് ചന്ദന ചാരിനി നിന്നു. വിടരാ വിരുമ്പും നിന്മലർ ചുണ്ടിൽ, വിടരാ വിരുമ്പും നിന്മലർ ചുണ്ടിൽ ഒരു തുള്ളി നീഹാരമൊത്തു കണ്ടു. അതിലൊരു കോണിൽ അഴകിഴമേടി എൻ പ്രേമ സാമ്രാജ്യ ഹരിത നിശാര ശയ്യ കണ്ടു. കായലിൻ മാറിൽ നിറമാറിൻ നിഴൽ ചേർന്ന ചന്ദന ചാരി നിന്നു.
കല്യാണ നാളിലെ കഥയോർത്തു നിൽക്കും അഴകിനെ തഴുകുന്ന കുളിർതെന്നലേ. കല്യാണ നാളിലെ കഥയോർത്തു നിൽക്കും അഴകിനെ തഴുകുന്ന കുളിർതെന്നലേ. കളി മാറി വീശുകിൽ പകരിലെ കണികയും എൻ മധുര സ്വപ്ന നിറമാല കാട്ടുന്ന ഭാവനയും. കായലിൻ മാറിൽ നിറമാറിൽ നിഴൽ ചേർന്ന് ചെന്തങ്ങ് ചാരിനി നിന്നു. വിടരാ വിരുമ്പും നിന്മല ചുണ്ടിൽ, വിടരാ വിരുമ്പും നിന്മല ചുണ്ടിൽ ഒരു തുള്ളി നീകാരമുത്തു കണ്ടു. അതിലൊരു കോണിൽ അഴകിഴുമേറി എൻ പ്രേമ സാമ്രാജ്യ ഹരിത നിശാര ശയ്യ കണ്ടു. കായലിൻ മാറിൽ നിറമാറിൽ നിഴൽ ചേർന്ന് ചെന്തങ്ങ് ചാരി നിന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ധാരാളം ദേശാടന കിളികൾ എത്തുമായിരുന്നു. അവയെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയിട്ടുമുണ്ട്. ആ പക്ഷികളിൽ ഒരു പ്രത്യേകതയുണ്ട്. വീണ്ടും ഞാൻ ഇവിടെ വന്ന് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ കാടിന്റെ നശീകരണം കാരണം ദേശാടന കിളികൾ ഇപ്പോൾ തീരെ വരാറേ. ഇയാളിപ്പോ ഭയങ്കര ബിസിയാണ്. ഇതല്ല, ഇയാളാണ് ഇപ്പോഴത്തെ പുതുമുഖം. നന്നായിരിക്കുന്നല്ലേ? എന്താ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അലക്സിന് മനസ്സിലായി കാണുമല്ലോ. രാഹുലിനോ? മനസ്സിലായി സാർ. ആ, ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. സോറി, മനസ്സിലായില്ലല്ലോ. ഞാൻ സുരേഷ്. കോളേജിൽ വെച്ച് സാറിന് പഠിപ്പിച്ചിട്ടുണ്ട്, സുവോളജിക്ക് 86-ൽ. ഓ യെസ് യെസ് യെസ്, ഞാൻ ഓർക്കുന്നു. സുരേഷ് ഇവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നതാ. ഇതെന്റെ ഭാര്യ സന്ധ്യ. വിവാഹം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. വിഷ് യു ആൾ ദി ബെസ്റ്റ്. കാണാം, വരൂ. നല്ലൊരു മനുഷ്യനാകട്ടോ. അതായത് ആനന്ദ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ഗവേഷണത്തിന്റെ പിന്നിൽ കഠിനമായ പ്രയത്നം എനിക്ക് വളരെയധികം ആവശ്യമായി വന്നിട്ടുണ്ട്. ഞാൻ ഫോട്ടോ ആനന്ദ്. മിസ്റ്റർ ആനന്ദ്, നിങ്ങളെ തന്നെ. നിങ്ങൾ അവാർഡ് കിട്ടിയ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ഇതത്ര ശരിയാണോ? സോറി സാർ. നോ, എനിക്കൊന്നും കേൾക്കണ്ട സാർ. അത് എന്തത്? ഓടുന്ന ഒരാളുടെ പിറകെ നടന്ന് ഫോട്ടോ എടുത്താൽ കേൾക്കാതില്ലേ? ഒന്ന് നിൽക്കാൻ പറഞ്ഞാൽ എന്താ? കാശ് കൊടുത്തല്ലേ ഫിലിം വാങ്ങുന്നത്?
സുമേ 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 എന്താ അങ്കിൾ? നോ, ഒന്നുമില്ല. ഉറങ്ങിയോന്നറിയാന്. പോയി കിടന്നോളൂ. അപ്പൊ നീയാണ് ഇതിന്റെ പിന്നിലല്ലേ? കുഞ്ഞേ, കുഞ്ഞേ, ഒന്ന് വേഗം വരെ എന്റെ മക്കളെ. ആ കാലമാണ് ഇപ്പൊ നമ്മുടെ അനന്ത സാറിനെ കൊല്ലും. എവിടെ? പുറത്ത് ഭയങ്കര അടി നടക്കുന്നു. ഒന്ന് വേഗം വാ. വരണേ. ആനന്ദ്, എന്റെ ദൈവമേ, ഞാനിപ്പോ എന്ത് ചെയ്യും? കുഞ്ഞെ, എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കണമല്ലോ. അമ്മ ഒരു കാര്യം ചെയ്യും. ആ കിടക്കുന്ന കാറിന്റെ ഉടമസ്ഥനെ വെച്ച് കാര്യം പറയും. വരാതിരിക്കില്ല. ശരി. സാറേ, 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 ഈ കടവെന്ന് തുറക്കും സാറേ. ആരെ പാരാത്രിക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ കാര്യം? ഒരു ഉപകാരം ചെയ്യണം സാർ. ഒരാൾക്ക് ഒരു അപകടം പറ്റി തീരെ നിവൃത്തിയില്ലാതെ കിടക്കുക. എത്രയും പെട്ടെന്ന് ആശുപത്രി എത്തിക്കണം. ഇവിടെ വേറെ വാഹനങ്ങളൊന്നുമില്ല. സാർ ഒന്ന് സഹായിക്കണം. വരണം സാർ. നീ കിടന്നോളൂ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങൾ എന്തായാലും കൂടെ നോക്കിയിരിക്കുന്നത് എടുക്ക്. അതെ, അമ്മയ്ക്കോ? വരുമ്പോ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. കൂടുതലാണെന്നോ? ഏതാശുപത്രിയിൽ? ആ, ഉടനെ വരാം. ചേട്ടൻ കാറും കൊണ്ട് എവിടെ പോയെന്നറിയാമോ? സെന്റ് മേരീസ് ഹോസ്പിറ്റലില്. അവിടുത്തെ ഫോൺ നമ്പർ ഉണ്ടോ?
നോക്കട്ടെ. ആ ഉണ്ടല്ലോ, 301. ഇതാ ഒരു കുഴപ്പം, അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തില്ല, ഇങ്ങോട്ട് വിളിച്ചാൽ കിട്ടും. ഡയൽട്ടൊന്നുമില്ല. സർക്കാർ കാര്യമായി പോയില്ലേ, നമ്മൾ ആരോട് പറയാ? ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്താ കുഞ്ഞ കാര്യം? ചേട്ടന്റെ അമ്മയ്ക്ക് സുഖമില്ല. സാറ് വരുമോ എന്ന് നോക്കാം. വൈകുമെങ്കിലോ? അങ്കിൾ എനിക്കൊരു ഉപകാരം ചെയ്യോ? എങ്ങനെയെങ്കിലും ചേട്ടനെ ഒന്ന് വിവരം അറിയിക്കാവോ? എങ്ങനെ? കാശ് ഞാൻ തരാം, ഒരു ടാക്സി എടുത്ത് പോയാൽ മതി. അത് വേണോ കുഞ്ഞ്? വേണം, പ്ലീസ്.
സാർ, തെളിവൊന്നുമില്ല. സംശയിക്കപ്പെടുന്നയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ്. ഒരു കണിയാരെ വിളിക്കാം. മഷീട്ട് നോക്കിയാൽ ചിലപ്പോ ഒളി സങ്കേതം തെളിഞ്ഞെന്ന് വരും. സാർ, 24 മണിക്കൂറിനുള്ളിൽ കൊലയാളെ കണ്ടുപിടിച്ചിരിക്കണം. ശരി സാർ. മനസ്സിലായോ? സാർ, ആ ഫോട്ടോഗ്രാഫർക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഗസ്റ്റ് ഹൗസിന് ചുറ്റും പോലീസ് കറങ്ങി നടക്കാണ്. ഇതുവരേക്കും അയാളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡിക്രൂസ് മിടുക്കനാണ്. പോലീസിനെ പറ്റിച്ച് അയാൾക്ക് ഒളിച്ചു നിൽക്കാൻ കഴിയും. എനിക്ക് പേടിയാവുന്നു. ഉടനെ തന്നെ മടങ്ങിപ്പോവും. ഗവേഷണം തീർന്നില്ലല്ലോ. അതുവരെ നിന്നാൽ ഒരു പക്ഷേ സന്ധ്യയുടെ ഗതിയായിരിക്കും എനിക്കും. ചേച്ചേ, എന്താ ഇത്? പാവം, ആ സുരേഷ് ഒരു ഭ്രാന്തനെ പോലെയാ സന്ധ്യയുടെ ഡെഡ് ബോഡി കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ സുമ പേടിക്കാതിരിക്കൂ. ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. പക്ഷേ അയാളാണോ കൊലയാളി? എന്താ നിനക്ക് സംശയമുണ്ടോ? ഫോട്ടോഗ്രാഫറെ തല്ലിയിട്ട് അയാൾ എവിടെ പോയതല്ലേ? നമ്മളെല്ലാവരും ആശുപത്രി പോയ സമയത്ത് അയാൾ തിരിച്ചെത്തിയിരിക്കും. എനിക്ക് അയാളെ മാത്രമല്ല സംശയം. പിന്നെ ആ ഭ്രാന്തനും നമ്മുടെ വാച്ചറും അവർ തമ്മിൽ കൂട്ടാണോ എന്നൊരു സംശയം. നീ എന്തൊക്കെയായി പറയുന്നത്? അതെ, നമുക്ക് അവരെ നിരീക്ഷിക്കാം, ഒപ്പം ഡിക്രൂസിനെ. ഏതായാലും ഇന്ന് രാത്രി നമ്മൾ ഉറങ്ങാൻ പാടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. എന്റെ രോമത്തിൽ പോലും ആർക്കും തൊടാൻ കഴിയില്ല. തമ്പ്ര, പോലീസ് ഏമാര് കാടൊക്കെ വളഞ്ഞിരിക്കുന്നത് കേട്ടു. തനിക്കെന്താ പേടിയുണ്ടോ എന്ന് ചോദിച്ചാ പോലീസ് അമ്മമാര് ഇങ്ങോട്ട് വരുന്നുണ്ട്. നീ വയ്ക്കോ. ഏനെന്ത് ചേമ്പ്ര? താനും വയ്ക്കോ. ഞാൻ ഇവിടെ ഉള്ള കാര്യം പറയണ്ട. തനി ഇവിടെ നിൽക്കട്ടെ. ഇവിടെ മാറി നിൽക്ക. നിങ്ങളിൽ പെടാത്ത ആരെങ്കിലും താമസിക്കുന്നുണ്ടോ? ഇല്ല തമ്പ്ര, ഇവിടെ ആരുമില്ല. കുടിലെല്ലാം പരിശോധിക്കൂ. ആ, എല്ലായിടും നോക്കി ആരുമില്ല. ശരി, വാ. അയാൾ വന്നില്ല അല്ലേ? ഇല്ല സാർ. പയ്യന്മാരൊക്കെ എവിടെ? റൂമിലുണ്ട്. ആ, രാത്രി ആരോടും പുറത്തിറക്കണ്ടെന്ന് പറഞ്ഞേക്ക്. ശരി സാർ. താനും മനസ്സിലായോ? മനസ്സിലായി. എന്തോന്ന്? പുറത്തിറങ്ങണ്ടെന്ന്. ആ, എന്റെ ദൈവമേ, എന്റെ ഒരു ഗതികേടൊന്ന് നോക്കണേ. ഇത്രയും വർഷമായി. വിളിക്കടോ അവളെ. തമ്പ്ര, അത് എന്താടോ? അത് തമ്പ്രാനെ ഭയന്നിട്ട് കാട്ടിലെവിടോ മറിഞ്ഞിരിക്കുകയാണ്. അത്രയ്ക്കായോ? ഇങ്ങോട്ട് വരുന്നത് ആരെങ്കിലും കണ്ടോ? വേഗം തിന്നിട്ട് പൊയ്ക്കോ.
കുഞ്ഞെ അടിക്കരുത്, അടിക്കരുത്. ഓ എടാ കിളവാ, അപ്പൊ താനും ഇവനും ചേർന്നുള്ള ഒത്തുകളിയാണ് നിൽക്കല്ലേ? അയ്യോ കുഞ്ഞെ അടിക്കരുത്, അടിക്കരുത്. അയ്യോ അയ്യോ അടിക്കരുത് കുഞ്ഞെ, കുഞ്ഞെ ആ പാവത്തെ വിട്ട് അടിക്കരുത് കുഞ്ഞുങ്ങളെ. ഇവൻ പാവമോ? അതെ, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതുപോലെ 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വെച്ച് ഇയാളുടെ ഭാര്യയെ ആരോ കൊന്നു. ആര്? അറിയില്ല. ആ സംഭവത്തിന് ശേഷം ഈ പാവം ഇങ്ങനെയായി. വിശക്കുമ്പോ ഇവിടെ വരും, ഞാൻ ആഹാരം വല്ലതും കൊടുക്കും. നടക്കടാ. എടാ. Move. Move. ഇൻസ്പെക്ടർ, നിങ്ങൾ കാള് തെറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കല്ല, തനിക്കാണ്. ഒരിക്കലും പിടിക്കപ്പെടില്ല ധരിച്ചു അല്ലേ? ഇന്ന് ആരെയായിരുന്നു പ്ലാൻ ഇട്ടിരുന്നത്? മിസ്റ്റർ, എന്നെ വെറുതെ വിടുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം എന്നെ മോചിപ്പിക്കേണ്ടി വരും. ഓഹോ, അവിടുന്ന് ആരാണാവോ? മനസ്സിലാക്കി തരാം. പാട്ടി ഏതാണത്? ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി തരാം. ഒരു തുള്ളി വെള്ളം പോലെ ഇവന് കൊടുത്തു പോരുത്. ഞാൻ പോകുന്നു. മടങ്ങി വരാൻ താമസിച്ചിരിക്കും. ശരി സർ, ബി കെയർഫുൾ. ആറ്റക്കുരുവികളുടെ കോളനികളിൽ ഒരിക്കലും പൂർത്തിയാകാത്ത ചില കൂടുകൾ കാണാം. ഇത് ആൺപക്ഷി തനിക്കിരുന്ന് ആടിപ്പാടാനായി നിർമ്മിച്ചതാണെന്നാണ് മുമ്പുള്ള പക്ഷി നിരീക്ഷകർ പറയുന്നത്. എന്നാൽ എന്തിനാ കുഞ്ഞുങ്ങളെ ഈ രാത്രി ഇറങ്ങി നടക്കുന്നത്? SI കണ്ട വഴക്ക് പറയില്ലേ? കർഫ്യൂ പിൻവലിച്ചു സാർ. എന്തേ? അയാൾ പിടിക്കപ്പെട്ടു. ആര്? ഡേവിഡ് ഡിക്രൂസ്. ഭഗവാനെ, എപ്പോ? കുറച്ചു നേരമായി. വെരി ഗുഡ്. താങ്ക് യു ഇൻസ്പെക്ടർ, താങ്ക് യു. എന്താ സാർ ഇത്? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. 3 കൊലപാതകങ്ങൾ നടന്നിട്ടും പ്രതിയെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞോ? സാർ അത് കൂടുതൽ വിശദീകരണം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ
ചിലപ്പോൾ അമിതമായി മദ്യപിച്ചിരുന്നിരിക്കും. നോ ആനന്ദ്, വളരെ നോർമലായിരുന്നു. പിന്നെന്താ ഇങ്ങനെ സംഭവിക്കാൻ? അതാണ് ഞാനും ആലോചിക്കുന്നത്. എങ്ങനെ സംഭവിച്ചു? എന്താ ഉണ്ടായത്? ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് ആരോ എന്റെ പേര് വിളിച്ചു. ആരുടെ ശബ്ദമായിരുന്നു? അടുത്ത് പരിചയമുള്ള മുഖം പോലെ തോന്നി. പിന്നെ അയാൾ പറയുന്ന പോലെ ഞാൻ പ്രവർത്തിച്ചിരിക്കും. എന്തോ എനിക്കൊന്നും അറിയില്ല. എന്നാൽ അത് തന്നെ എന്റെ സംശയം യാഥാർത്ഥ്യമാകുന്നു. വാട്ട് ഡു യു മീൻ? ഹീസ് എ ഹിപ്നോട്ടിസ്റ്റ്. ഇച്ഛാശക്തി കൊണ്ട് മനുഷ്യ മനസ്സിനെ കീഴടക്കാൻ കഴിയുന്ന ഒരു മാജിക്കുകാരൻ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഉറങ്ങിക്കിടന്ന താങ്കളുടെ മനസ്സിനെ അയാളുടെ മനഃശക്തി കൊണ്ട് വിളിച്ചു. പിന്നെ ഒരു സ്വപ്നത്തിലെന്ന പോലെ താങ്കളെ കൊണ്ട് എല്ലാം ചെയ്യിച്ചു. ഞാൻ ഇതെങ്ങനെ ഡിപ്പാർട്ട്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കും? പ്രവർത്തിച്ച് കാണിച്ചാലേ പറ്റൂ. എങ്ങനെ? ഡിക്രൂസിനെ വെല്ലാൻ കഴിവുള്ള മറ്റൊരു ഹിപ്നോട്ടിസിനെ നമ്മൾ കണ്ടെത്തണം. അതിനിപ്പോ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ ഒരു ഡോക്ടർ ഇപ്പോൾ ഇവിടെ നഗരത്തിൽ എത്തിയിട്ടുണ്ട്. ആരാണ്? ഡോക്ടർ പ്രഭാകര വർമ്മ. അതാണ് ഇതിന്റെ തിയറി. ഹിപ്നോട്ടിസം അഥവാ യോഗവിദ്യ ശതാബ്ദങ്ങൾക്ക് മുമ്പേ നമ്മുടെ പൂർവികർ സ്വായത്തമാക്കിയതാണ്. ക്ഷമയും പ്രയത്നവും കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കുന്നു. നേത്രങ്ങൾക്ക് ശക്തി ലഭിക്കുന്നു. ഒരാളുടെ കണ്ണിലേക്ക് തുറച്ചു നോക്കുമ്പോൾ അവരുടെ മനസ്സ് നമ്മൾ പറയുന്നത് അനുസരിക്കാൻ തുടങ്ങിയിരിക്കും. പൂർണ്ണനായ ഒരു ഹിപ്നോട്ടിസ്റ്റിന് നേർക്ക് നേരെ കണ്ടതിന് ശേഷം ഏതൊരു വ്യക്തിയായാലും അയാൾ എത്ര തന്നെ അകലത്തിരുന്നാലും അയാളുടെ മനസ്സിനെ സ്വാധീനിക്കാനും എന്തു വേണമെങ്കിലും ചെയ്യിക്കാനും കഴിയും. ടെലിപ്പതി, മെസ്മരിസം തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും ഇതിലുണ്ട്. ഓപ്പറേഷന് വേണ്ടി രോഗിയെ മയക്കാനും മറ്റ് അസുഖങ്ങൾ മാറ്റാനും ഇന്നത്തെ വിദേശ ഡോക്ടർമാർ ഹിപ്നോട്ടിസത്തെ പരമാവധി ഉപയോഗിക്കുന്നു. എന്നാൽ ഈ ദൈവവിദ്യയെ തെറ്റായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ചില കാപാലികരും ഈ നാട്ടിൽ ഇല്ലാതില്ല. ആ നമസ്കാരം സാർ. നമസ്കാരം. ഇപ്പൊ അനന്തന് പടം പിടുത്തൊന്നുമില്ലേ? ഉണ്ട് സാർ. ഇത് എസ് ഐ ബാബു. ഹലോ ഹലോ സാർ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഓ അതിനെന്താ, വരൂ പ്ലീസ്. റിലാക്സ് റിലാക്സ്. സംഗതികൾ ആകെ വഷളായിരിക്കുകയാണല്ലോ. അയാൾ നല്ല വിൽ പവർ ഉള്ള വ്യക്തിയാണെന്ന് തോന്നുന്നു. അതിരിക്കട്ടെ, ഇവിടുന്ന് എന്ത് ദൂരമുണ്ട്? 50 കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും. ഞാൻ വളരെയേറെ സംശയിക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഇനിയും അവിടെ കൊലപാതകങ്ങൾ നടന്നിരിക്കും. പക്ഷേ മനസ്സിലാവുന്നുണ്ട്. ബട്ട് എനിക്ക് 2-3 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടെ എത്തിക്കോളാം. കുറേയേറെ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ട് അയാൾ ഒളിഞ്ഞിരിക്കാനാണ് സാധ്യത. പിന്നെ നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്തുകൊണ്ട് അവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് അയാളെ പിടിക്കാം. താങ്ക് യു സാർ. ആ, നിങ്ങൾ എല്ലാവരും കൂടി എങ്ങോട്ടാ? അയാൾ ഇവിടെ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. നിങ്ങൾ തിരിച്ചു പോകും? ഇല്ല, രാത്രി പുറത്തിറങ്ങണ്ട പ്ലീസ്. രാത്രിയാണല്ലോ ഇവിടെ പലതും സംഭവിക്കുന്നത്. വരൂ, തർക്കിക്കണ്ട. കുറ്റവാളിയെ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ അപകടങ്ങളൊന്നും വലിച്ചു വെക്കണ്ട. പോലീസ് കയ്യിൽ കിട്ടിയ കൊലയാളിയെ കാശ് വാങ്ങി പുറത്തുവിട്ട അയാളെയാണ് ആദ്യം വെടിവെക്കേണ്ടത്. വരൂ, ഞാൻ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാം. വരുന്നേ. അങ്ങനെയാണ് കാര്യങ്ങളുടെ സ്ഥിതി. അപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായി. എല്ലാവരും നടന്ന് ക്ഷീണിച്ചു കാണുമല്ലേ? ഇനിയിപ്പോ പ്രൊഫസർ ഉറക്കം ഒഴിയണമെന്നില്ല. നോനോ, നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. പലർക്കും പല വഴി പിരിയാം. ആദ്യം കണ്ടെത്തുന്നവർ അടുത്ത ആളെ എങ്ങനെയും വിവരം അറിയിച്ചാൽ മതി. ഗസ്റ്റ് ഹൗസിനെ ചുറ്റിപ്പറ്റി മതി നിരീക്ഷണം. റൂമിലെത്തിയാൽ വിവരം അറിയിക്കാൻ വാച്ചറോട് പറഞ്ഞിട്ടുണ്ട്.
എടി കാട്ടുസുന്ദരി, ഈ ഡിക്രൂസ് എറിഞ്ഞ വലയിൽ നിന്നും ഒറ്റമീനും ഇതുവരെ പുറത്തു പോയിട്ടില്ല. പച്ചമാംസം ഡിക്രൂസിന് അമൃതിനേക്കാൾ പ്രിയമാണ്. മണി അടിക്കാൻ കണ്ട ഒരു സമയം കാലമാണ്. എല്ലാം കൂടെ ഒരുമിച്ച് ഒരു 10 മണിയാകുമ്പോ അടിച്ചാ പോരായിരുന്നോ? ധാരാടാ ഓ അകത്ത് പ്രൊഫസർ നടന്ന് ക്ഷീണിച്ചു അല്ലേ? വെറുതെ മഞ്ഞു കൊള്ളണ്ട, പോയി കിടന്നോളൂ. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. യെസ് യെസ്, ഞാനും ചിന്തിച്ചത് അത് തന്നെ. നേരം വെളുക്കാറായി, കുറച്ചു നേരം ഉറങ്ങണം. പകലാകാം അന്വേഷണം. നാളെ അവൻ എന്റെ വലയിൽ വീഴും, തീർച്ച. ഗുഡ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അല്ല, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതുപോലെ ബെഡ്കാമിന്റെ സമയമായി. അതെ, അതെ. ഗുഡ് മോർണിംഗ് അല്ലേ? ഓക്കേ, ടാറ്റാ. തമ്പ്ര എങ്ങോട്ടാ? ഈ രാത്രിയിൽ എനിക്ക് ഒരാളെ കൂടി കാണേണ്ടതുണ്ട്. പോലീസമ്മമാരെ എനിക്കാരെയും പേടിയില്ല. എന്താ? എന്റെ താക്കോല് കാണുന്നില്ല. ഗസ്റ്റ് ഹൗസിലോ കാട്ടിലോ വീണുപോയതായിരിക്കും. ഇന്നിപ്പോ എന്റെ റൂമിൽ തങ്ങാം, നാളെ രാവിലെ നോക്കിയെടുക്കാം. നോ, നമുക്ക് പോയി നോക്കാം. ഒരുപക്ഷെ നമ്മൾ തിരിച്ചു പോകാനായിരിക്കും അത് സംഭവിച്ചത്. എന്റെ മനസ്സിൽ എന്തോ തോന്നുന്നു. എന്താണ് ബാബു? ഡിക്രൂസ് തിരിച്ചെത്തി ജീപ്പ് എടുത്ത് പോയാൽ ആരാ അവിടെ എതിർക്കാനുള്ളത്? കമോൺ. അവിടെ നോക്ക്. എവിടെ? അതാ.
Stop it! Stop it! ഓഹോ, എല്ലാവരും ഒരുമിച്ചെത്തിയല്ലോ. നിങ്ങളുടെ പ്ലാൻ തകർന്നു പോകുമെന്ന് വിചാരിച്ചില്ല അല്ലേ മിസ്റ്റർ വാര്യർ? അതിനിപ്പോ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? ഞങ്ങളുടെ വിനയനെയും വൃന്ദയെ കൊന്നത് താനല്ലോടോ ദ്രോഹി? അല്ല, അതെ, മെസ്മരിസ് ഉപയോഗിച്ച് നിങ്ങൾ വൃന്ദയെ ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് കീഴ്പ്പെടുത്തി. നിങ്ങളാണ് ഇതിന്റെ പിന്നിലെന്ന് തെളിവ് കിട്ടിയ വിനയനെ ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ നിങ്ങളുടെ ഹിപ്നോട്ടിസത്തിന് കഴിഞ്ഞു. അപ്പൊ എല്ലാം കണ്ടുപിടിച്ചു അല്ലേ? ഡിക്രൂസ് ആണ് നിന്റെ പിന്നിലെന്ന് വരുത്തി തീർക്കാൻ എന്നെ കൊണ്ട് അയാളെ തുറന്ന് വെടിവെച്ചു. 3 കൊലപാതകങ്ങൾ എന്റെ ചുമലിൽ വെച്ച് കിട്ടിയ ആ മഹാവീരനെ നോക്കി നടക്കുകയായിരുന്നു ഞാനും. ഏതായാലും എനിക്കിപ്പോ ഒരു കൊല നടത്തിയേ പറ്റൂ. യെസ്, ഐ എം എ ഹിപ്നോട്ടിസ്റ്റ്. മിസ്റ്റർ ഡിക്രൂസ്, ആ തോക്ക് താഴെയിടൂ. എല്ലാവരും തിരിഞ്ഞു നിൽക്കുക. ഞാൻ പറയുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കണം. യെസ്, മൂവ് മൂവ്. നിങ്ങളെല്ലാവരും തിരിച്ചു വരൂ. നിങ്ങളിവിടെ തൊഴിലിന്റെ മാന്യത നിലനിർത്താൻ എന്റെ കാര്യങ്ങളിൽ ഇടപെടരുത്. ഇടപെടേണ്ടി വന്നിരിക്കുന്നു മിസ്റ്റർ വാര്യർ. ക്ഷമിക്കുക. ഒരു ഗുരുവിന്റെ കീഴിൽ ഹിപ്നോട്ടിസം പഠിച്ചവരാണ് നമ്മൾ. ഞാനത് തൊഴിലാക്കി. കോളേജ് പ്രൊഫസറായിരുന്നു നിങ്ങൾ. പക്ഷശാസ്ത്രത്തിലേക്ക് തിരിഞ്ഞ് പ്രസിദ്ധനായി. ആ മറ നിങ്ങൾ മുതലെടുത്തു. നോ, യെസ്, ജന്മനാ നിങ്ങളൊരു ഷണ്ടനായിരുന്നു. ആ ഷണ്ടത്വം നിങ്ങളൊരു സാഡിസ്റ്റാക്കി. സൗമ്യതയുള്ള ഒരു ക്രൂരൻ. ഇണകൾ ഒത്തുചേരുന്നിടത്തെല്ലാം നിങ്ങൾ ഒളിഞ്ഞു നോക്കും. ആവേശം അടക്കാനാവാതെ വരുമ്പോ സൗകര്യത്തിന് കിട്ടുന്ന പെൺകുട്ടികളെ നിങ്ങൾ ഇവിടെ വരുത്തുന്നു. നിദ്രയിൽ നിന്ന് ഉണർന്നാൽ നിങ്ങളുടെ മാന്യതയുടെ മുഖംമൂടി നഷ്ടപ്പെടും എന്നുള്ള ഭയമുണ്ട്. നിങ്ങളൊരു ക്രൂരനായ കൊലയാളിയായി മാറുന്നു. അതെ, ഞാൻ കൊലയാളിയാണ്. നിങ്ങളൊക്കെ മരിക്കാൻ തയ്യാറെടുത്തുകൊള്ളുക. ആരും അനങ്ങരുത്. അനങ്ങിയാൽ തോക്ക് താഴെയിടൂ. മിസ്റ്റർ വർമ്മ, നിങ്ങളെക്കാൾ ശക്തമാണ് എന്റെ നോട്ടം. തോക്ക് താഴെയിടാൻ നോ. ദൈവത്തെ പരീക്ഷിച്ച സാത്താൻ ജയിച്ചിട്ടേ ഉള്ളൂ. ആദ്യത്തെ കൊല ഇവനിൽ നിന്ന് തുടങ്ങാം.
ആ